ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനീസ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനീസ, യഥാർത്ഥ പേരല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായി. ഞാൻ PGക്ക് പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം. പുള്ളിക്കാരൻ ഗൾഫിലാണ് ജോലി. 1 വർഷം കുഴിക്കുമ്പോഴേ നാട്ടിൽ വരികയുള്ളൂ. എന്നോട് തുടർന്ന് പഠിക്കാനൊക്കെ പറഞ്ഞു. അത് കേട്ടതുകൊണ്ടാണ് കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത്. പിന്നെ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു രൂപമായിട്ടും എനിക്ക് തോന്നി. പക്ഷേ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ബാപ്പയും ഉമ്മയും, അതായത് എൻ്റെ ഇക്കയുടെ ബാപ്പയും ഉമ്മയും വളരെ സ്ട്രിക്റ്റായിട്ടാണ് ഇക്കയെ വളർത്തിയിരിക്കുന്നത്. അമിതമായ വീട്ടിൽ ഒച്ചയെടുക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, കൊഞ്ചാൻ പാടില്ല. ഇങ്ങനെ അറിയുന്നതും അറിയപ്പെടാത്തതുമായ ധാരാളം നിയമങ്ങൾ ചേർന്നതാണ് ആ വീട്. അവിടെ ബാപ്പയും ഉമ്മയും തമ്മിൽ അധികം സംസാരമൊന്നുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബഹളമുള്ള വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കാകെ അസഹ്യതയായിരുന്നു. ഒന്നിച്ച് ഇരുന്ന് TV കാണുമ്പോൾ ഒന്ന് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറയും, വേണ്ട വേണ്ട വേണ്ട, ദേ ബാപ്പയും ഉമ്മ ഇതുവഴി വരും, അവർ കാണും എന്നൊക്കെയാണ് പറഞ്ഞത്. കിടക്കറയിൽ ഉറക്കെ ചിരിക്കാനൊന്നും പാടില്ല, ശബ്ദമുണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ 100 കൂട്ടം നിബന്ധനകളാണ് പുള്ളിക്കുള്ളത്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും മാനസികമായ പ്രശ്നമുണ്ടോ എന്നും തോന്നിപ്പോയി. ബാപ്പയും ഉമ്മയും അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പുള്ളി ഒരു പ്രതിമ പോലെയാണ്, അല്ലെങ്കിൽ റോബോട്ട് പോലെയാണ്, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പുറത്തിറങ്ങിപ്പോകുമ്പോൾ അത്യാവശ്യം ചിരിക്കുകയും രസിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. കല്യാണം കഴിഞ്ഞ് 2 മാസം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കാൻ പോകുന്നത് കൊണ്ട് പുള്ളി വളരെ സൂക്ഷിച്ചും കണ്ടുമാണ് ഇടപെട്ടത്. എല്ലാം തികഞ്ഞ ഒരാണായിട്ടാണ് പുള്ളിയെ എനിക്ക് തോന്നിയത്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ടൊന്നും പുറത്തു കൊണ്ടുവരാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളും പെരുമാറ്റങ്ങളും. അതെനിക്ക് ഒത്തിരി വിഷമമുണ്ടാക്കി മാഡം. ഭർത്താവ് എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒത്തിരി നേരം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും സ്ത്രീകളുണ്ടോ? ഞാനും ആഗ്രഹിച്ചു. പക്ഷേ നിമിഷ നേരത്തേക്ക് ഒരു മിന്നൽ പോലെ ഇതെല്ലാം കടന്നു പോകാനായിരുന്നു എൻ്റെ വിധി. എല്ലാം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ പുള്ളിക്ക് ഒരു ധൃതിയാണ്. എന്തോ വഴിപാട് കഴിക്കാമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും അതിന് എക്സ്പ്ലനേഷൻ തരികയില്ല. പിന്നെ ഗൾഫിൽ പോയി കഴിഞ്ഞ് ബാപ്പയും ഉമ്മയുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് എന്നോട് സംസാരിക്കുകയില്ല. അവരെ വിളിച്ച് സംസാരിക്കുന്നത് കാണാം. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് മോളെ, ചക്കരെ, പൊന്നൂസെ എന്നൊക്കെ പറഞ്ഞ് വരും മാഡം. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. പിന്നെ അത് സഹിക്കാൻ പഠിച്ചു. ചിലപ്പോൾ ആഴ്ചകളോളം എന്നെ വിളിക്കാതായി. എല്ലാ ദിവസവും ബാപ്പയും ഉമ്മയും വിളിക്കും, അവരോട് സംസാരിക്കും. അവർ പറയും അവൻ വിളിച്ചിരുന്നു, അവന് സുഖമാണെന്ന്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യം നോക്കും. അല്ലാതെ ഇങ്ങയുടെ മുന്നിൽ വേറെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇറക്കിയിട്ട് രക്ഷയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതുമായി പൊരുത്തപ്പെട്ടു. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ വിവാഹബന്ധം ഭാവിയിൽ പിരിയേണ്ടി വന്നേക്കാമെന്ന് കൂടി എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിലും മനസ്സ് കല്ലാക്കി വെക്കണം, അല്ലെങ്കിൽ കാര്യമില്ല എന്നെനിക്ക് തോന്നി. ഭർത്താവിനോട് ആദ്യകാലത്ത് പലതവണയും ഞാൻ റിപ്പീറ്റഡായി പറഞ്ഞു, ഇക്ക നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, ബാപ്പയും ഉമ്മയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾക്ക് എന്നോട് അടുത്തിടപഴകാമെന്ന്. പുള്ളിക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ മാതാപിതാക്കൾ അങ്ങനെയൊന്നും അല്ലത്രേ. എന്തോ എനിക്കിതിനൊന്നും ഗുഡൻസ് പിടികിട്ടില്ല മാഡം. എല്ലാം പിന്നെ ഞാൻ ഒതുക്കി. ഇവിടുത്തെ ബാപ്പയുടെ ഉമ്മയോട് വഴക്കുണ്ടാക്കാൻ പോകാനും എനിക്ക് വയ്യ. കാര്യം അവരും അല്പം മാത്രമായിട്ട് സംസാരിക്കുന്ന ആളാണ്. പിന്നെ വന്നപ്പോഴും എനിക്കുണ്ടായൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ബാപ്പ പുള്ളി തീരെ ചെറുപ്പമാണ്. എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനാണെന്ന് പറയും. പക്ഷേ ഇവിടുത്തെ ഉമ്മ ഒത്തിരി പ്രായമുള്ള ഒരാളുമാണ്. എനിക്കത് എപ്പോഴും അത്ഭുതമായിരുന്നു. പക്ഷേ കഥകളൊക്കെ ആരോട് ചോദിക്കാനാണ് മാഡം? ഇവിടുത്തെ ഉമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മയൊന്നും പറയില്ല. പാപ്പയോട് ചോദിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഭർത്താവിനോട് ചോദിച്ചാലും ആ കഥ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണോ, എങ്ങനെയാണ് നടന്നതെന്നും എനിക്കറിയില്ല. ഭർത്താവിന് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. 2 പേരും ഇവിടെ ഇല്ല, ഒത്തിരി ദൂരെയാണ്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. അതിൽ ഒരു സിസ്റ്റർ തീരെ മിണ്ടാറില്ല. മറ്റേ സിസ്റ്റർ അത്യാവശ്യമൊക്കെ സഹകരിക്കുന്ന ആളാണ്. ഒരു ദിവസം ആ ഇത്തയോട് ഞാൻ ചോദിച്ചു, ഇത്ത എന്താണ് ഇങ്ങനെയെന്ന്. അപ്പം ഇത്ത അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, ആ കഥകളൊന്നും ഇവിടെ വെച്ച് പറയാൻ എനിക്ക് പറ്റില്ല, നമുക്ക് ടൗണിൽ പോകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തയും ഞാനും കൂടെ ടൗണിൽ പോയപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, കാര്യം ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു ഇവിടുത്തെ ഉമ്മ. പക്ഷേ അത് 1 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. വലിയ സമ്പന്നയായിരുന്നു ഇവിടുത്തെ ഉമ്മ. ആദ്യ ഭർത്താവിന് എന്തൊക്കെയോ വ്യക്തി വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കാൻ വയ്യാതെ തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷം ഉമ്മയ്ക്ക് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഉമ്മയുടെ ബാപ്പ ഒത്തിരി നിർബന്ധിച്ചു. പക്ഷെ ഉമ്മയ്ക്ക് കല്യാണം വേണ്ട. അങ്ങനെ വർഷങ്ങളോളം നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു വട്ടം കടയിൽ ജോലി ചെയ്യുന്ന പാപ്പയെ കാണുന്നത്.
സൗന്ദര്യം മാത്രമായിരുന്നു ഇവിടുത്തെ ബാപ്പയുടെ കൈമുതൽ, അല്ലാതെ വേറൊന്നുമില്ല. പാവപ്പെട്ട കുടുംബത്തിലേതാണ്. ഒരു ബന്ധുവിൻ്റെ കടയിൽ വന്നു നിന്നാണ് ഇവരുടെ വീടിനടുത്ത്. പക്ഷെ ഉമ്മായ്ക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇഷ്ടം തോന്നി. അങ്ങോട്ട് കയറി മിണ്ടാനൊക്കെ തുടങ്ങി. അത് പിന്നെ നാട്ടിലൊരു വർത്തമാനമായി. അങ്ങനെയായപ്പോൾ പണം കൊണ്ട് എന്തും നേടിയെടുക്കാവുന്ന ഒരു സ്വഭാവമുള്ള ഇവിടുത്തെ ഉമ്മയുടെ ബാപ്പ അയാളോട് ചോദിച്ചു, നിനക്ക് എൻ്റെ മോളെ കല്യാണം കഴിക്കാമോ? രണ്ടാമത്തെ കെട്ടാണ്, അവൾക്ക് ആദ്യം ഇങ്ങനൊരു കാര്യം സംഭവിച്ചു, നിനക്ക് ഇഷ്ടംപോലെ സ്വത്ത് വരാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേ പുള്ളി തലയാട്ടി. അങ്ങനെയാണ് ഈ കല്യാണം നടന്നത്. നാട്ടിലൊക്കെ അത് വലിയ അത്ഭുതമായിരുന്നു. ഇവിടെ വന്ന് നിന്ന ഇത്തിരി മുതിർന്ന പെണ്ണിന് ചെറുപ്പക്കാരനായ ഒരുത്തിനെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഒത്തിരി പെണ്ണുങ്ങളും നാട്ടുകാരുമൊക്കെ അസൂയപ്പെട്ടു. അങ്ങനെ അവർക്ക് പെട്ടെന്ന് തന്നെ 3 കുട്ടികളുമുണ്ടായി. നല്ല രീതിയിൽ പോയിരിക്കായിരുന്നു ദാമ്പത്യം. പിന്നെ എങ്ങനെയാണ് അവർ തമ്മിൽ അധികം മിണ്ടാത്ത രീതിയിലായതെന്ന് ഇവർക്കാർക്കും അറിയുകയില്ല. ഇവർക്കൊക്കെ ഓർമ്മയായപ്പോൾ തൊട്ടേ ബാപ്പയും ഉമ്മയും ഇരു ധ്രുവങ്ങളിലാണ്. രണ്ടുപേരും രണ്ടായിട്ടാണ് എല്ലായ്പ്പോഴും. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും ശ്രമിച്ചിട്ടുമില്ല. പിന്നെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അവർ ഒന്നിച്ചു നിൽക്കും. മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാൻ മക്കളെ സമ്മതിക്കുകയില്ല. വീട്ടിൽ നിന്ന് അങ്ങനെ ഈ കാര്യങ്ങളൊന്നും പുറത്തു പോകാനും അവർ സമ്മതിക്കില്ല. അങ്ങനെ ദുരൂഹമായൊരു സാഹചര്യമാണ് ഈ വീടിൻ്റെന്ന് ആ ഒരുത്തെയും സമ്മതിച്ചു. പക്ഷേ എന്താ അവർക്കിടയിൽ ശരിക്കും നടന്നതെന്ന് ആർക്കും അറിയില്ല. ഞാൻ ഓർത്തു, ചിലപ്പോൾ ചെറുപ്പക്കാരനായ അമ്മായിച്ചൻ ഇങ്ങനെ 3 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ട് പുറകെ പോയി കാണും. അതൊന്നും ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കാണും. പിന്നെ സ്വത്തുക്കളെല്ലാം ഉമ്മയുടെ പേരിലാണ്. അതുകൊണ്ട് എന്തായാലും ബാപ്പ ഉമ്മയെ ഉപേക്ഷിച്ച് പോകില്ല. ഇതൊക്കെ എനിക്ക് തോന്നി. ഇതൊക്കെ എൻ്റെ ഒരു തോന്നൽ കഥകൾ മാത്രമാണ്. ഇത് ഭർത്താവിനോടോ അവിടെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ ഒട്ടുമേ പറ്റില്ല. കാര്യം ഈ വീട്ടുകാരെക്കാൾ സ്ട്രിക്റ്റാണ് എൻ്റെ വീട്ടുകാർ. എങ്കിലും സംസാരമൊക്കെ കൂടുതലാണ്, കളിയും ചെയ്യും. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പോലെ സ്ട്രിക്റ്റാണ് എൻ്റെ വീട്ടിലും. ഒന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഷിബി. അവളാണെങ്കിൽ എന്നേക്കാൾ മുമ്പേ കല്യാണം കഴിച്ച് കുവൈറ്റിൽ സെറ്റിലായതാണ്. ഇടയ്ക്ക് അവൾ വന്നു. അതെൻ്റെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞാണ്. എൻ്റെ ഇക്ക കല്യാണം കഴിഞ്ഞ് പോയിട്ട് രണ്ടാമത് വന്നിട്ടില്ല. അവൾ വന്നപ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുപോയി അവളോട് സർവ്വ കഥകളും അങ്ങ് പറഞ്ഞു. അവൾ പറഞ്ഞു, ശരിയാടി, എല്ലാം കേട്ടിട്ട് വളരെ വിചിത്രമായി എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്യാനാ, ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ നിനക്ക് നല്ല നാക്കുണ്ടായിരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നാക്കുണ്ടായിട്ട് എന്ത് കാര്യം, ഇവരോടൊന്നും പടപൊരുതി ജയിക്കാൻ എനിക്ക് പറ്റില്ല. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൻ സ്ട്രിക്റ്റാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് അങ്ങേരെ ഞാനിപ്പോൾ വരച്ച വരയിൽ നിർത്തും. ഇവിടെ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരും. അതാണ് എൻ്റെ മിടുക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും മിടുക്കൊന്നുമില്ലെന്ന്. അവൾ പറഞ്ഞു, മിടുക്കുണ്ടാകണം. അങ്ങേരെ വിളിച്ച് നിൻ്റെ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങ് പറയണം. പാപ്പയും ഉമ്മയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ എല്ലാം നിയന്ത്രിക്കുന്നത്? എനിക്ക് അവകാശപ്പെട്ടതൊക്കെ നന്നായി കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ നീ അങ്ങ് പറയണം. എല്ലാം തുറന്നങ്ങ് പറയണം. ഭാര്യയും ഭർത്താവുമല്ലേ, എന്തിനാണ് നീ എല്ലാം മോടിപ്പൊതിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത്? നല്ലപോലെ പറയണം. എന്തെങ്കിലും തിരിച്ച് പറയുകയാണെങ്കിൽ തിരിച്ച് നീ അങ്ങോട്ട് പറയണം എന്ന് പറഞ്ഞ് അവൾ എനിക്ക് ഒത്തിരി പ്രോത്സാഹനം തന്നു. എനിക്കാദ്യം പേടിയായിരുന്നു. പിന്നീട് ഹസ്ബൻഡിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. ഇനി വരുമ്പോൾ പഴയ സ്വഭാവം പറ്റില്ലെന്നും നമുക്കൊരുമിച്ച് പല യാത്രകൾ പോകണമെന്നും ബാപ്പയും ഉമ്മയുണ്ടെന്നും പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ മുടക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നും പിന്നെ നമുക്ക് എപ്പോഴും ഒന്നിച്ചിരിക്കണമെന്നും ഒത്തിരി നേരം വേണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. ആദ്യമൊക്കെ എന്നോട് പറഞ്ഞു, നീ ഒരു ചീത്ത പെണ്ണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ചീത്തയാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ഭർത്താവിനെ കുറിച്ചല്ലേ പറഞ്ഞത്, അല്ലാതെ പുറത്തുള്ള ആണുങ്ങളോടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല വേദവും മോദി. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇതാരുടെ ചെവിയിലാണ് ഞാൻ വേദം മോദിയത്? അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. നല്ല രീതിയിൽ ഞാൻ റൂമിൽ കിടന്ന് വഴക്കുണ്ടാക്കി. മിണ്ടരുത്, താഴെ അവർ കേൾക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവർ കേൾക്കട്ടെ, ഭാര്യ ഭർത്താവല്ലേ നമ്മൾ, അപ്പോൾ വഴക്കുണ്ടാക്കാം. എന്താ കാര്യമെന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ മോൻ്റെ യഥാർത്ഥ തനിസ്വരൂപം ഞാൻ അവരോട് പറയും. ഇവരങ്ങനെയാണോ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കലയിളകി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ 2-3 ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ബാപ്പയും ഉമ്മയും കൂടെ മുകളിലേക്ക് കയറി വന്നു. ഇതെന്താണ് നിങ്ങൾ എന്ന് രാത്രിയിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി ജീവിക്കാനല്ലേ വന്നത്, അതോ വല്ല അംഗം വെട്ടാനാണോ എന്നൊക്കെ ചോദിച്ച് ബാപ്പ ദേഷ്യപ്പെട്ടു. ഉമ്മയും വന്നിട്ടും ഇങ്ങനെയല്ല ഭാര്യയും ഭർത്താവും, ഇത്രയും കിടന്ന് ബഹളം വെക്കരുത്, അടുത്തൊക്കെ ആൾക്കാരുള്ളതാണ്, ഞങ്ങൾ രണ്ടുപേരും കേട്ടാൽ അത്രയും കുഴപ്പമില്ല, ഇവിടെ ബന്ധുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് അടുത്ത്, അവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ നാണം കെടുത്തും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, എല്ലാറ്റിനും കാരണം നിങ്ങളാണ്, നിങ്ങളുടെ മകൻ അതുകൊണ്ടാണ് ഇങ്ങനെ വഷളായതെന്ന്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉള്ളത് പറഞ്ഞു.
അത് കേട്ടപ്പോഴേക്കും അമ്മായിയമ്മ മൂക്കത്ത് വിരൽ വെച്ചു. ലോകത്ത് ആദ്യമായി കേൾക്കുന്നൊരു കഥയാണ്. അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്. എല്ലായിടത്തും അച്ഛനും അമ്മയുണ്ടല്ലോ, അവിടെ തന്നെയല്ലേ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ മോനോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് സ്നേഹിക്കരുത്, അവിടെ ഇരിക്കരുത്, ഇവിടെ ഇരിക്കരുത്, സ്നേഹം പ്രകടിപ്പിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവന് തലയ്ക്ക് എന്തോ സൂക്കേടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞങ്ങളുടെ പേര് പറയേണ്ട കാര്യമില്ല, അല്ലേ ബാപ്പ എന്ന് ഉമ്മ ബാപ്പയോട് ചോദിച്ചു. അപ്പോൾ ബാപ്പ പറഞ്ഞു, അതേടി ഇവനെന്തൊക്കെയായി പറഞ്ഞത് ഈ പെണ്ണിനോട്. എനിക്ക് തോന്നുന്നു ഈ പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്റെ ഈ മോൻ നീ പുന്നാരിച്ച് ലാളിച്ച് വളർത്തിയതാണ്. ഇവന് ഒരു കഴിവുകെട്ടവനാണ്. അതിൻ്റെ ലക്ഷണമാണ് ഈ കാണിക്കുന്നത്. നിനക്ക് പറ്റാത്തതിന് എന്തിനാടാ ബാപ്പ ഉമ്മയും പിടിച്ച് അതിലിടുന്നത്? നിനക്ക് ഇനിയെങ്കിലും അടങ്ങി നടന്നുകൂടെ? ഇതിനാണോ നീ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ബാപ്പ ചൂടായി. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് ഒരു ശബ്ദവുമില്ല. ഇതിനിടയ്ക്ക് ബാപ്പ ഉമ്മയോട് പറഞ്ഞു, എടീ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമിതമായി സ്നേഹിക്കരുതെന്ന്. ആമ്പിള്ളേരാകുമ്പോഴേക്കും അവരെ അടിച്ചു വളർത്തണം. ഇതെന്തായിരുന്നു? ചെക്കൻ കോളേജിൽ പോകുന്ന സമയത്തും ഉമ്മ മടിയിൽ വെച്ച് ലാളിക്കയില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഉപ്പ ഷൗട്ട് ചെയ്തു. അപ്പോഴേക്കും ഉമ്മ കരച്ചിൽ തുടങ്ങി. നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് എന്നോട് വെറുപ്പാണ്. നിങ്ങളുടെ മനസ്സിൽ എന്നോടും എൻ്റെ മോനോടും എൻ്റെ പിള്ളേരോടും എല്ലാം വെറുപ്പാണ്. നിങ്ങൾക്ക് ഈ വീട്ടിൽ ജീവിക്കുന്ന ഇഷ്ടമല്ല, എനിക്കറിയാം. പിന്നെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. എല്ലാം എനിക്കറിയാം. എന്നെക്കൊണ്ട് പിള്ളേരുടെ മുന്നേ വെച്ച് ഒന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പിഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ബാപ്പ ലാസ്റ്റ് വാൺ ചെയ്തു, നിന്നോടാണ് ഞാൻ പറഞ്ഞത്, കൊണ്ടുവന്ന പെണ്ണിനെ നല്ല രീതിയിൽ നോക്കിക്കോണം, അല്ലാതെ രാത്രി കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ ചെയ്യേണ്ടത്, കേട്ടോടാ എന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവ് ചൂളയോടെ നിൽക്കുകയാണ്. പാപ്പ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനോട് പിന്നെയും ചെറിയ ശബ്ദത്തിൽ വഴക്കിട്ടു. നീ ഒറ്റ ഒരുത്തിയാ ഇതിനെല്ലാം കാരണമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളാ കാരണം. നിങ്ങൾ എന്നോട് സ്നേഹത്തോട് പെരുമാറുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലെന്ന്. അപ്പോഴേക്കും ഹസ്ബൻഡ് മിണ്ടാതായി. 2-3 ദിവസം പിണങ്ങിയിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയുന്നു. അപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത്, ഹസ്ബൻഡിന് 2 മാമന്മാരുണ്ട്. അവർ രണ്ടുപേരും ഈ ചുറ്റോട്ടം തന്നെയാണ് താമസം. അതിൽ മൂത്ത മാമയുടെ ഭാര്യ മാമി ഇടയ്ക്കിടയ്ക്കിടെ വരാറുണ്ട്. പക്ഷേ ഇളയ മാമയും അവിടെ 2 പെൺകുട്ടികളും മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ പിന്നെ നിക്കാഹൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ ആദ്യ ഭാര്യ മാമി ഏതോ ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഞാൻ വരുന്നതിനൊക്കെ മുമ്പാണ് പോയത്, ഏകദേശം ഒരു 3-4 വർഷത്തിന് മുമ്പ്. ആ മാമിയുടെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇളയ മാമ കല്യാണം കഴിച്ചത്. പക്ഷേ അവർക്കെന്തോ മാമയോട് ആദ്യം തൊട്ടേ അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. 2 കുട്ടികളൊക്കെ ഉണ്ടായി ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഭർത്താവ് വളർന്ന് ഒത്തിരി പുരുഷനായി വന്നത്. സൗന്ദര്യമുള്ള ഒരു കൊച്ചു പയ്യനല്ലേ. മാമിയാണെങ്കിൽ എൻ്റെ ഭർത്താവുമായിട്ട് അടുത്തുകൂടി. എല്ലാ സഹായത്തിനും എല്ലാ കാര്യത്തിനും എൻ്റെ ഭർത്താവിനെയാണ് വിളിക്കുന്നത്. ഒരു +2 തൊട്ട് അങ്ങനെയാണ്. മാമിയുടെ ഒരു ശിങ്കിടിയായി ഭർത്താവ് അങ്ങ് കൂടിയല്ലോ. അത് കഴിഞ്ഞപ്പോൾ മാമി പിന്നീട് കയ്യേറ്റം തുടങ്ങി. ഹസ്ബൻഡ് ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും മാമിയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു. ചെറിയ പ്രായമല്ലേ, അവർ അവരുടെ വിദ്യകളൊക്കെ പുറത്തെടുത്തു. അനാവശ്യമായ പല കാര്യങ്ങളും പകർന്നു നൽകി. അതിൽ എൻ്റെ ഭർത്താവ് ഫ്ലാറ്റായിപ്പോയി. മാമിയുടെ കരവിരുതുകൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് അവരെ തേടിച്ചില്ലാൻ തുടങ്ങി. ആദ്യമൊക്കെ ഏകപക്ഷീയമായി എൻ്റെ ഭർത്താവിനെ കുഴിയിൽ വീഴ്ത്താനുള്ള തന്ത്രങ്ങളാണ് ആദ്യം മെനഞ്ഞത്. അതിൽ ഭർത്താവ് വീഴുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പ്ലാവിൽ തേടിപ്പോകുന്ന ആട്ടിൻകുട്ടിയെപ്പോലെ എൻ്റെ ഭർത്താവ് അങ്ങ് തേടിച്ചെന്നു. അപ്പോഴാണ് അവർ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങിയത്. എൻ്റെ ഹസ്ബൻഡ് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, അതും അവർ പറയുന്ന അത്രയും സമയം. എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവർ ശിക്ഷാ മനോഭാവമാണ്. പലവിധ ശിക്ഷകളും കൊടുക്കും. എന്തെങ്കിലും നിരസിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും, ഈ ബന്ധമെല്ലാം എല്ലാവരോടും പറയും, നീയാണ് ഇങ്ങോട്ട് വന്നത്, പെണ്ണ് പറഞ്ഞതേ ആളുകൾ വിശ്വസിക്കൂ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടോണം എന്ന് പറഞ്ഞ് അവർ ഒരു രാക്ഷസിയെ പോലെയാണ് പെരുമാറിയത്. പുറത്ത് പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ പല കാര്യങ്ങളുമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പലപ്പോഴും എൻ്റെ ഹസ്ബൻഡ് അവശനായി പോവുകയായിരുന്നു. എങ്കിലും അവർ ഒന്നിനും സമ്മതിച്ചില്ല. നീ പോകുന്നത് എൻ്റെ ഇഷ്ടം കഴിഞ്ഞിട്ട് മതി എന്നായിരുന്നു. അതിനുള്ള സാഹചര്യമെല്ലാം അവർ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. ഒരു പ്രത്യേകതരം സ്ത്രീയായിരുന്നു അവർ. ശരിക്കും എൻ്റെ ഭർത്താവ് പെട്ടുപോയി. അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് അയാൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവർക്ക് അതൊന്നും പോരാതെയാണ് ആ ഒരു ഡ്രൈവറുമായിട്ട് ബന്ധമുണ്ടാക്കിയത്. ഭാഗ്യത്തിന് അവർ എങ്ങനെയോ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഉപേക്ഷിച്ച് ആ ഡ്രൈവറുടെ കൂടെ നാട് വിട്ടു.
ഈ സംഭവത്തോടു കൂടി എൻ്റെ ഭർത്താവ് മാനസികമായി തകർന്നു. അപ്പോൾ ശാരീരികമായ പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഇപ്പോഴും അതിൽ നിന്നും റിക്കവർ ആയിട്ടില്ല. പേടിയും നിരാശയും തോന്നുന്നു. നീ വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി കഷ്ടം തോന്നി. ഞാൻ പറഞ്ഞു, സാരമില്ല, ഇതൊന്നും ഞാൻ കാര്യമായി എടുക്കുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങൾ ഉണരൂ വേഗം. അങ്ങനെ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഞാൻ കാത്തിരിക്കാം. അടുത്ത തവണ വരുമ്പോഴേക്കും എല്ലാം ശരിയാക്കണം. എന്നെ വിളിക്കണം. വെറുതെ ബാപ്പയും ഉമ്മയൊന്നും കുറ്റം പറയരുത്. അവരവരുടെ കാര്യം നോക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു 45 ദിവസം അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഞാൻ ഹസ്ബൻഡിനെ പഠിപ്പിച്ചു. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും അങ്ങനെ അങ്ങ് പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകാൻ വർഷങ്ങൾ ഞാൻ കാത്തിരിക്കേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല, വേറെ എന്ത് ചെയ്യാനാണ്. എന്തായാലും അന്നത്തെ ലീവിൽ ഞാനും ഏകദേശമൊക്കെ സന്തോഷവതിയായിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇടയ്ക്കെല്ലാ ദിവസങ്ങളിലും വിളിക്കുകയൊക്കെ ചെയ്യും. ചില ദിവസങ്ങളിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് മൂഡ് ഔട്ടായിരിക്കും. അപ്പോൾ വിളിക്കില്ല. ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ ബാപ്പ വന്ന് എന്നോട് പറഞ്ഞു, മോളെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. പറയൂ ബാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ പുറത്തു പോയിരിക്കല്ലേ എന്ന് ഒന്നുകൂടി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ മാമാടെ വീട്ടിൽ പോയേക്കാണെന്ന്. മോളെ, ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നുമല്ല അവനിങ്ങനെ പെരുമാറുന്നത്. ഞങ്ങൾ അവനോട് നിന്നെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഭാര്യയോട് മിണ്ടരുതെന്നോ അടുത്തിരിക്കരുതെന്നോ ചേർന്നിരിക്കരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ എനിക്കറിയാം ബാപ്പ. അന്ന് പുള്ളി അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പിന്നീട് നിങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പേടിയും ഭയവും ഒക്കെ ആണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അത് സാരമില്ല. അതിപ്പം ആണിനും പെണ്ണിനുമൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമല്ലോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ പ്രശ്നമായിരുന്നു. അല്ലാതെ വേറൊന്നുമില്ല. ബാപ്പയും ഉമ്മയൊന്നും ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല. അന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ബാപ്പ എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ അവന് കാര്യമായ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ എല്ലാം റെഡിയായ മോളെ, നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ചമ്മിപ്പോയി. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ബാപ്പാന്ന്. ആഹാ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്തോ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അവിടെ കിടപ്പുണ്ടെന്നല്ലേ മോളെ. ഞാൻ പറഞ്ഞു, അത് പിന്നെ പുള്ളിയുടെ ഒരു ബേസിക് സ്വഭാവമാണല്ലോ, അതൊക്കെ മാറാൻ കുറേക്കാലം എടുക്കും ബാപ്പ. അപ്പം മോളെ, കാര്യമായ മാറ്റം ഒന്നുമില്ലെന്നാണ് നീ പറഞ്ഞത്. മാറ്റമുണ്ട് ബാപ്പ, പക്ഷേ വളരെ സ്ലോ ആണ്. പുള്ളിയുടെ ക്യാരക്ടറൊക്കെ ശരിയാകും, ഞാൻ ശരിയാക്കി എടുക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ മിടുക്കിയാണ്. നിനക്ക് നല്ല ക്ഷമയുണ്ടെങ്കിൽ നീ കാത്തിരുന്നവനെ മാറ്റിയെടുക്കണം കേട്ടോ. അവൻ്റെ അമ്മ ലാളിച്ച് അങ്ങ് വഷളാക്കി. അതുകൊണ്ടാണ്. ആ ഗ്യാപ്പിൽ ഞാൻ രമ്പെറിഞ്ഞു. അല്ല ബാപ്പ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഭാര്യ ഭർത്താവും 2 മുറികളാണല്ലോ വർഷങ്ങളായിട്ട് കഴിയുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളും നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് നിൻ്റെ ഉമ്മയോട് പറഞ്ഞാൽ മതി. കാര്യം അവളാണ് എന്നെ അകറ്റി നിർത്തുന്നത്. അവൾക്ക് 3 കുട്ടികളായതിൽ പിന്നെ യാതൊരു താല്പര്യവുമില്ല. പുരുഷനായ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. നീ എൻ്റെ മരുമോളാണ്. എൻ്റെ കാര്യങ്ങൾ സ്വയം നോക്കി ഞാൻ കൺട്രോൾ ചെയ്തിവിടെ ജീവിക്കുകയാണ്. അവൾക്കാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ഒന്നും വേണ്ട. പ്രായത്തിൻ്റെ വ്യത്യാസം അത് വലിയൊരു വ്യത്യാസമാണ് മോളെ. കല്യാണം കഴിക്കുമ്പോൾ ഞാനതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ചെറുപ്പക്കാരൻ്റെ മനസ്സോടുകൂടി ഇരിക്കുന്നു. അവൾക്ക് കിളവിയുടെ മനസ്സുമാണ്. ശരിക്കും ഈ വീട്ടിൽ നമ്മൾ 2 പേരും തുല്യ ദുഃഖിതരാ മോളെ എന്ന് പറഞ്ഞു. അതെന്താ ബാപ്പ അങ്ങനെ പറഞ്ഞത്? നിനക്ക് വേണ്ടത് വേണ്ടുവോളം കിട്ടുന്നില്ല, എനിക്കും ഒന്നും കിട്ടുന്നില്ല. ഞാൻ പച്ച വിറക് പോലെ ഇവിടെ നിൽക്കുകയാണ്. മോൾക്കാണെങ്കിൽ പലപ്പോഴുമെങ്കിലും ഇത്തിരി ഇന്ധനം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്നങ്ങ് പോയി. ഞാനാകെ കൂടി അങ്ങ് തരിച്ചു നിന്ന് പോയി. പുള്ളി പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയും ഉമ്മയും തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് ശിഥിലമായതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കാര്യങ്ങൾ ഏകദേശം കണക്കാണ്, എന്നാലും ശരിയാക്കിയെടുക്കാതൊരു ഹോപ്പെങ്കിലുമുണ്ട്. അവരുടെ കാര്യം ഒരിക്കലും ഇനി ശരിയാകില്ലെന്ന് എനിക്ക് തോന്നി. 2 പേരും ഇരുധ്രുവങ്ങളായി. പാപ്പ എന്താ പറഞ്ഞത്? പാപ്പ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നുവെന്ന്. പാവം മനുഷ്യൻ. അങ്ങയുടെ സൗന്ദര്യത്തിനും കഴിവിനുമൊക്കെ പുറത്ത് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ പുള്ളി സ്വന്തം റൂമിൽ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നല്ലോ, അതല്ലേ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു നാണം, എന്തോ ഒരു വെപ്രാളം, പരവേശം ഒക്കെ തോന്നി. പിന്നീട് എൻ്റെ മനസ്സിൽ അത് മാത്രമായി ചിന്ത. ഒറ്റയ്ക്കിരിക്കുന്ന അദ്ദേഹത്തെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് പോലും തോന്നിപ്പോയി. മാഡം ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നെ ചീത്ത വിളിച്ചേക്കാം, എന്നാലും എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. പക്ഷെ ഞാൻ പ്രകടിപ്പിച്ചില്ല.
പക്ഷേ എന്താണെന്നറിയില്ല, പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കുമ്പോൾ നിഗൂഢമായൊരു ചിരി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ചില സമയത്ത് ഉമ്മ അവിടെ ഇല്ലാത്ത സമയത്ത് കണ്ടുമുട്ടുമ്പോൾ അറിയാതെ ചിരിച്ചു പോകുന്നു. ഒരു ദിവസം പാപ്പ എന്നോട് ചോദിച്ചു, നീ എന്നെ കളിയാക്കി ചിരിക്കുകയാണോന്ന്. ഞാൻ പറഞ്ഞു, കളിയാക്കി ചിരിക്കുകയല്ല, ബാപ്പ തുല്യ ദുഃഖിതരാണല്ലോ എന്ന് പറഞ്ഞു തോർത്ത് അങ്ങ് ചിരിച്ചതാണെന്ന്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, നമ്മൾ തുല്യ ദുഃഖിതരല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, അതെ അതെ, പാപ്പ പറഞ്ഞത് സത്യം തന്നെയാണെന്ന്. എങ്കിൽ നമുക്ക് ദുഃഖമൊന്ന് മാറ്റിവെച്ച് സന്തോഷിച്ചാലാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ പൂത്തിരി പൊട്ടുകയായിരുന്നു. അദ്ദേഹത്തെ സ്വയം സഹായ സംഘത്തിലേക്ക് ചേർക്കാതെ എൻ്റെ സഹായം എനിക്ക് പ്രദാനം ചെയ്യാൻ തോന്നുകയായിരുന്നു. ഞാൻ പാപ്പ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആദ്യം ഒരു നല്ല പിള്ള കളിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ഉമ്മ അറിഞ്ഞാൽ അവൾ അറിയാൻ അവളൊന്നും ശ്രദ്ധിക്കില്ലേ മോളെ. വിശാലമായ വീട്, ഈ വീട് നമുക്ക് വേണ്ടി സുബർക്കത്തിലെ സ്വർണ്ണപ്പന്തൽ ഒരുക്കുകയല്ലേ എന്നുള്ള രീതിയിൽ പാപ്പ ചോദിച്ചു. റിസ്ക് അല്ലേ പാപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആഗ്രഹമുണ്ട് 100 വട്ടം. എങ്കിൽ നമ്മൾ ഇനി എന്നും കാണും മോളെ എന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ ബാപ്പ എൻ്റെ അടുത്തേക്ക് വന്നു. രാത്രി 12:30 ആയപ്പോൾ ഞാനാകെ പരിഭ്രമിച്ചു പോയി. പരിഭ്രമം വേണ്ട എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. നിനക്ക് എന്താണോ ആവശ്യമെന്ന് പാപ്പയുടെ കാതുകളിൽ മൊഴിഞ്ഞാൽ മതി, എൻ്റെ മകൾക്ക് ഞാനത് പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. എല്ലാം ബാപ്പ കണ്ടറിഞ്ഞ് ചെയ്യൂ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു നുള്ളു കൊടുത്തു. അതോടുകൂടി ഞങ്ങളുടെ ജേർണി ആരംഭിക്കുകയായിരുന്നു. അന്ന് കൊമ്പനാന നടവരമ്പ് ഇടിച്ചു നിരത്തി പാടത്ത് കതിർ കൊയ്യാനിറങ്ങി വിളവെടുത്തു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യ നിമിഷം അതായിരുന്നു. ഇതിനിടയ്ക്കിപ്പോൾ ഭർത്താവ് ഒരു തവണ കൂടി വന്നു. അന്നും വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാനൊന്നും മിണ്ടിയില്ല. എല്ലാം ഓക്കെ എന്നുള്ള മട്ടിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഒരു കുട്ടിയായില്ലേ എന്നുള്ള ചോദ്യം ഒത്തിരി വട്ടം ഉയർന്നു കേൾക്കുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ അതിനുള്ള മാർഗങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുതന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ആ രീതിയിലേക്ക് എന്നെ എത്തിക്കില്ലേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അടുത്ത തവണ ഹസ്ബൻഡ് വരുമ്പോൾ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുമോ മാഡം? അതിന് പറ്റിയ സ്ഥലം എവിടെയാണ്? ഞങ്ങളുടെ വീടിനടുത്ത് സ്ഥലം ഞാൻ പറയാം, മാഡം എനിക്ക് നിർദ്ദേശിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും യഥാർത്ഥ ഒരു വഴി കണ്ടെത്താൻ തോന്നില്ല. ഹസ്ബൻഡ് വരുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഫാമിലി കൗൺസിലറെ കണ്ടിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുക. അദ്ദേഹത്തിൻ്റെ ഭയാശങ്കകളൊക്കെ മാറ്റിയല്ലാതെ ഈ ബന്ധത്തിൽ ചാടി ഇത് തുടരുകയല്ല നല്ല വഴി. അതേപോലെ തന്നെ ഇനി എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വളഞ്ഞ വഴികൾ പോയി പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്ഥലം കത്തിലുണ്ടല്ലോ, അപ്പോൾ ആ ഇമെയിലിൽ പിന്നീട് നോക്കിയിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള സ്ഥലം ഒന്നുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യാമെങ്കിൽ അടുത്തുള്ള കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇമെയിലിൽ കൂടി മറുപടി തരാം. ഇപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളും മറ്റ് വിവരങ്ങളും ഒക്കെ നമുക്ക് പതുക്കെ ഇമെയിലിൽ മറുപടിയായിട്ട് വരും. ഹസ്ബൻഡിനെ അടുത്ത വർഷമല്ലേ വരികയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്തുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് അദ്ദേഹത്തോട് സംസാരിച്ച് റെഡിയാക്കി ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ തരാം. പക്ഷെ എന്ത് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ വേറൊരു വഴിക്ക് നേടിയെടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ആൾക്കാർ പറയും നല്ല കാര്യമാണെന്ന്. പക്ഷെ ദാമ്പത്യത്തിൽ അത് നല്ല കാര്യമാണെന്ന് അറിയില്ല. കിട്ടേണ്ട അടുത്തുനിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്.